പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുത്തുവാനും പ്രസിദ്ധപ്പെടുത്തുവാനും എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു പോരുന്നു. DC ബുക്സിൻ്റെ 40ാം വാർഷികാഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണമാണ്. 1999 ഓഗസ്റ്റ് 29 ആദ്യ DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം നടത്തിയത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ശ്രീ PV നരസിംഹറാവുവാണ്. 16ാമത് DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം നടത്തുന്നത് പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ ആനന്ദാണ്. വിഷയം ഭ്രാന്തനാവേശങ്ങളുടെ നൂറ്റാണ്ട്. 2014 ഞങ്ങളുടെ സ്ഥാപകൻ DC കിഴക്കേമുറിയുടെ ജന്മശതാബ്ദി വർഷം കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി DC ബുക്ക് സംഘടിപ്പിച്ച ജന്മശതാബ്ദി നോവൽ പുരസ്കാര പ്രഖ്യാപനം ജഡ്ജിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CV ബാലകൃഷ്ണൻ നടത്തും. അവാർഡ് ദാനം നിർവഹിക്കുന്നത് ശ്രീ NS മാധവനും. DC ബുക്സ് രജത ജൂബിലി അവാർഡ് ജേതാവ് കൂടിയായ VJ ജെയിംസിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം നിരീശ്വരൻ ഈ ചടങ്ങിൽ പ്രകാശിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. DC ബുക്സ് കരം ബുക്സ് ആണ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ബുക്ക് സ്റ്റോർ ചെയിൻ. ഇന്ന് രാവിലെ ഞങ്ങളുടെ ഏറ്റവും പുതിയ ശാഖ കണ്ണൂർ ക്യാപിറ്റൽ മാളിൽ തുറക്കുകയുണ്ടായി. ഇത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഞങ്ങളുടെ 3ാമത്തെ പുസ്തകശാല കൂടിയാണ്. കണ്ണൂർ സിറ്റി സെൻറ്ററിലും തലശ്ശേരിയിലുമാണ് മറ്റ് 2 ശാഖകൾ. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളാം. ഇന്ന് ഈ വാർഷികാഘോഷങ്ങൾ ചടങ്ങുകളുടെ അധ്യക്ഷൻ കഥാകൃത്തും DC ബുക്സിൻ്റെ ഗ്രന്ഥകർത്താവും സുഹൃത്തു കൂടിയായ ശ്രീ T പത്മനാഭനാണ്. പപ്പേട്ടിനെ ഈ ചടങ്ങിൽ അധ്യക്ഷനായി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടകൻ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ NS മാധവനാണ്. അദ്ദേഹം ഈ ചടങ്ങിനായി എത്തിച്ചേർന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ വർഷങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ശ്രീ ആനന്ദ DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം നടത്തണമെന്നുള്ളത്. ശ്രീ ആനന്ദിന് കണ്ണൂർ പങ്കെടുക്കുന്ന ആദ്യ ചടങ്ങ് കൂടിയാണിത്. 16ാമത് DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം ഭ്രാന്തനാവേശങ്ങളുടെ നൂറ്റാണ്ട്, 1ാം ലോകമഹായുദ്ധത്തിൻ്റെ ശതാബ്ദി ചില ചിന്തകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം ചെയ്യുന്ന ശ്രീ ആനന്ദിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. DC കിഴക്കേമുറി ജന്മശതാബ്ദി നോവൽ പുരസ്കാരം ജഡ്ജിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് പ്രശസ്ത ഗ്രന്ഥകർത്താവായ CV ബാലകൃഷ്ണൻ. അദ്ദേഹത്തോടുള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ PK രാജശേഖരൻ ഞങ്ങളുടെ പല ബൃഹത് പദ്ധതികളുടെയും എഡിറ്റർ കൂടിയാണ്. സുഹൃത്തും ഗ്രന്ഥകർത്താവും മാതൃഭൂമി കണ്ണൂർ യൂണിറ്റ് എഡിറ്ററും കൂടിയായ രാജശേഖരനെ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ശ്രീ VJ ജെയിംസിൻ്റെ ആദ്യ ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തിയത് DC ബുക്സ് ആണ്. 1999 DC ബുക്സ് രജത ജൂബിലി പുരസ്കാരം നേടിയ ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഗ്രന്ഥകർത്താവ് കൂടിയാണ് VJ ജെയിംസ്. ഏറ്റവും പുതിയ ഗ്രന്ഥമായ നിരീശ്വരൻ DC സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം ആശംസിക്കേണ്ട DC കിഴക്കേമുറി ജന്മശതാബ്ദി നേതാക്കളെയാണ്. ബിനോയ് തോമസ്. ഈ സാഹിത്യത്തിൻ്റെ ലോകത്തേക്കും ഓരോ വ്യക്തിക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന ഒരു ചൊല്ലുണ്ട്. അങ്ങനെ നിർവഹിച്ച മഹാനായിരുന്നു ശ്രീ DC കിഴക്കേമുറി. അദ്ദേഹത്തിൻ്റെ വാത്സല്യം ആവോളം നുകരുവാൻ ഭാഗ്യമുണ്ടായ വ്യക്തിയാണ് ഞാൻ. പല പല അനുഭവങ്ങളും എനിക്കുണ്ട്. ആ സ്നേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. SPCSൻ്റെ ആദ്യകാലത്ത് തന്നെയുള്ള ഒരു മെമ്പറായിരുന്നു ഞാൻ. പക്ഷേ DC കിഴക്കേമുറി SPCSൻ്റെ അമരത്ത് വന്നതിന് ശേഷമേ ഞാൻ SPCSൽ എന്തെങ്കിലും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിരുന്നു. പിന്നീട്
DC സ്വന്തമായ പുസ്തകശാല DC ബുക്സ് സ്ഥാപിച്ചതിന് ശേഷം അവിടെയായിരുന്നു ഞാൻ എൻ്റെ പുസ്തകങ്ങൾ കൊടുത്തത്. ആ ബന്ധം ഇപ്പോഴും തുടരുന്നു. ഇന്ന് രവി സൗത്ത് ഇന്ത്യയിലെ മികച്ച പുസ്തകശാല എന്ന മട്ടിൽ പറഞ്ഞു. സത്യത്തിൽ ഇന്ത്യയിലെ തന്നെ മികച്ച പ്രസാധനശാലകളിൽ ഒന്നാണ് DC ബുക്സ് എന്ന് പറയുവാൻ അല്പം പോലും മടിക്കേണ്ടതില്ല. ലോകത്തിലെ പല മികച്ച പുസ്തകശാലകളും പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ചുരുക്കം ചിലത് പുതുതായി രംഗത്ത് വരുന്നു. അവയിൽ ചിലത് പിടിച്ചു നിൽക്കുന്നു, പലതും കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇനിയുള്ള കാലം സാമ്പ്രദായിക ശൈലിയിലുള്ള മഷിപുരണ്ട കടലാസുകളിലൂടെയുള്ള പുസ്തകങ്ങളായിരിക്കില്ല. ഇലക്ട്രോണിക് മാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ബുക്സ് ആയിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. എങ്കിലും വലിയ ലോകപ്രശസ്തരായ എഴുത്തുകാർ തന്നെ അതിനെതിരായും പറയുന്നുണ്ട്. കാരണം കടലാസിൽ അച്ചടിച്ച പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, അതിൻ്റെ വായനയിൽ നിന്ന് കിട്ടുന്ന സുഖം ഒരിക്കലും ബുക്കിൽ നിന്ന് കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ. ഞാനും ആ വിശ്വാസത്തിൽ പങ്കുചേരുന്നവനാണ്. എൻ്റെ ലോകയാത്രകളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു കാഴ്ച കേംബ്രിഡ്ജ് നദിയുടെ തീരത്ത് MIT-യുടെയും ഹാർവർഡിൻ്റെയും വിദ്യാർത്ഥികൾ, ലോകത്ത് നിന്ന് മുഴുവൻ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, അവർ കൂട്ടം കൂട്ടമായി മരത്തണലുകളിലും പുൽത്തകിടികളിലും ഇരുന്ന് പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും അവിടെയുള്ള പുസ്തകശാലകളിൽ കയറി പുസ്തകങ്ങൾ നോക്കുന്നതും പുസ്തകങ്ങളെക്കുറിച്ച് ഷോപ്പ് കീപ്പേഴ്സുമായി സംസാരിക്കുന്നതും പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും ആയ കാഴ്ചകളാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. പുസ്തകശാലകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും അങ്ങനെയുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ മിനിഞ്ഞാന്ന് മലയാള മനോരമയിലാണ് എന്ന് തോന്നുന്നു ഒരു വലിയ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത വായനമൊഴി, അതിഗംഭീരം. പക്ഷെ അവിടെ ഒരൊറ്റ പുസ്തകം പോലുമില്ല. വായനശാലയാണ്, പുസ്തകാലയമാണ്. കാരണം അവിടെ ബുക്സിൻ്റെ ഏർപ്പാടാണ്. എനിക്ക് തോന്നുന്നത് മസാച്യുസെറ്റ്സിലും ഹാർവർഡിലും ഞാൻ കണ്ട കാഴ്ച ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടാകും എന്ന് തന്നെയാണ്. DC ബുക്സിൻ്റെ 40ാം വാർഷികമാണിത്. ആദ്യം മുതൽക്ക് ഈ അടുത്ത കാലം വരെ ഏതാണ്ട് എല്ലാ വാർഷികങ്ങളിലും
ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു ഞാൻ. ഇനി എത്ര കാലം എന്ന് പറയുവാൻ കഴിയുകയില്ല. കേവലം പുസ്തകം വിറ്റ് കാശുണ്ടാക്കുക എന്നത് മാത്രമല്ല ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ ശ്രീ രവി DC-യുടെ ഉദ്ദേശം, ആദർശം. അതും പല മേഖലകളിലേക്കും, വിജ്ഞാനത്തിൻ്റെ പല മേഖലകളിലേക്കും വ്യാപിച്ചു കിടക്കുകയാണ്. ഇന്ന് തന്നെ ഇവിടെ നോവൽ മത്സരം നടത്തി അതിൽ ഏതാനും ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒന്നാം സമ്മാനം ലഭിക്കുന്ന വ്യക്തിക്ക് 1,00,000 രൂപ സമ്മാനം കൊടുക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. ഇത് ഈ രംഗത്ത് വരുന്നവർക്ക് തീർച്ചയായും ഒരു പ്രേരക ശക്തിയായി തന്നെ ഭവിക്കുന്നതായിരിക്കും. DC ബുക്സിൽ നിന്ന് ഈ മാതിരി നല്ല കാര്യങ്ങൾ, എഴുത്തിനെ, പുസ്തകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ DC ബുക്സിന് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ശ്രീ ടി. പത്മനാഭൻ, ശ്രീ ആനന്ദ്, ശ്രീ C. ബാലകൃഷ്ണൻ, ശ്രീ ജെയിംസ്, ഡോക്ടർ P. K. രാജശേഖരൻ, സദസ്യർ, DC ബുക്കിൻ്റെ ആദ്യത്തെ പുസ്തകം ശൈലി നിഘണ്ടു വാങ്ങിച്ച വ്യക്തികൾ ഒരാളാണ് ഞാൻ. ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ശ്രീ DC കിഴക്കമ്പള്ളി എഴുതിയത് ഇപ്രകാരമാണ്: ശൈലി നിഘണ്ടു പോലെ ചില നിഘണ്ടുകൾ പ്രസിദ്ധീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് DC ബുക്ക് തുടങ്ങുന്നതെന്ന് വളരെ ലഘുവും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഒരു നാന്ദിക്കുറിപ്പായിരുന്നു അത്. അതിൽ നിന്ന് ശ്രീ പത്മനാഭൻ പറഞ്ഞ പോലെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച തദ്ദേശീയ ഭാഷകളിലെ ഒരു പ്രസിദ്ധീകരണ സ്ഥാപനമായിട്ടിത് വളർന്നു. ഇത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം ആശ്വാസം നൽകുന്നുണ്ട്. കാരണം തമിഴോ, തൊട്ടടുത്ത് കിടക്കുന്ന തമിഴോ അല്ലെങ്കിൽ തെലുങ്കിലോ ഉള്ള എഴുത്തുകാർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അഭാവം വളരെയധികം ബാധിക്കുന്നുണ്ട്. അവർ പലപ്പോഴും ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത മറ്റ് പ്രസാധകരുടെ കൈകളിൽ ചെന്ന് വീഴുന്നു. കുറേയൊക്കെ പക്ഷെ ഹിന്ദിയും മറാത്തിയും ഒഴിച്ചാൽ ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും സുദൃഢമായിട്ടുള്ള പ്രസിദ്ധീകരണ സ്ഥാപനം ഇതാണ്.
എന്നൊരു സ്ഥാപനത്തിന് സ്വാഭാവികമായിട്ട് വളർച്ചയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അത് തളരും. പക്ഷെ അത്തരമൊരു അവസ്ഥ വരാനുള്ള പ്രധാന കാരണം കാലാനുസൃതമായിട്ട് ഈ സ്ഥാപനം വളരുക ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ ഈ DC ബുക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് കിഴക്കൻമുറിയിൽ നിന്ന് ദീപശിഖ പുലർത്തിയത് ശ്രീ രവി DC ആണ്. അദ്ദേഹം ഒരു 3-4 വർഷം മുമ്പ് തന്നെ പലരും ആലോചിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ആധുനിക ടെക്നോളജിയുടെ ഈ ബുക്ക് രംഗത്ത് ഒരു ഹാർഡ്വെയർ, ഒരു ഡിവൈസുമായിട്ട് പുറത്തു വരികയാണ് ചെയ്തത്. ഈ ബുക്ക് ഒരിക്കലും സാധാരണ കടലാസ് പുസ്തകത്തിൻ്റെ പകരക്കാരനാകുകയില്ല. അത് പ്രധാനമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് യാത്ര ചെയ്യുമ്പോഴും മറ്റുമാണ്. അപ്പോൾ ആ സമയത്തെല്ലാം കൊണ്ടു നടക്കാനുള്ള ഒരു സഹായമാണ് ഈ ബുക്ക്. അതിന് ഈ പുസ്തകം സ്പർശിച്ചാലുണ്ടാകുന്ന സുഖം അതിന് തരുന്നില്ല. എന്നാലും ഈ ആധുനിക ടെക്നോളജി ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഏതാണ്ട് 100 സാധാരണ പുസ്തകം വിറ്റഴിയുമ്പോൾ 286 ഈ ബുക്കുകളാണ് അതേ പുസ്തകത്തിൻ്റെ വിറ്റ് പോകുന്നത്. ഇത് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിന്നെ പുസ്തകങ്ങളോടുള്ള സാമീപ്യം, അതിൻ്റെ ആക്സസിബിലിറ്റിക്ക് എല്ലാം ഉതകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അതിനെ സ്വീകരിച്ചും ഈ സ്ഥാപനത്തെ ആധുനീകരിച്ച് കൂടുതൽ വളർത്തിയ ശ്രീ രവി DC ഒപ്പം ശ്ലാഘനീയമാണ്. ഇത് 40ാമത്തെ വാർഷികമാണ് ഈ സ്ഥാപനത്തിൻ്റെ. ഇത് 1999 മുതൽക്ക് വളരെ പ്രഗത്ഭരായ ശ്രീ നരസിംഹറാവു, UR അനന്തമൂർത്തി അങ്ങനെ തുടങ്ങി വളരെ പ്രശസ്തനായ പ്രിയപ്പെട്ട എഴുത്തുകാരനും സുഹൃത്തുമായ ശ്രീ ആനന്ദാണ് ഇവിടെ ഈ പ്രഭാഷണം നടത്തുന്നത്. ഇങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ച ഏറ്റവും മികവോടെ നിലനിൽക്കുന്ന ഒരു ദൃശ്യം കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഉത്സവം, ഈ 40ാമത്തെ വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യാൻ നൽകിയ അവസരത്തിൽ നന്ദി. എല്ലാ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 5 പുതിയ എഴുത്തുകാർക്കും ബെസ്റ്റ് വിഷസ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സമയം പ്രധാനമാണ്. പിന്നെ ഇതിനേക്കാൾ പ്രധാനമായ ചില ഐറ്റംസ് ഇന്ന് ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രിലിമിനറീസിലേക്ക് പ്രവേശിക്കാതെ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഭ്രാന്തൻ ആവേശങ്ങളുടെ നൂറ്റാണ്ട് എന്നാണ് ഇന്ന് എൻ്റെ വിഷയം. എ സെഞ്ച്വറി ഓഫ് മാഡ് പാഷൻസ്. വിഷയം സാഹിത്യപരമല്ല, ക്ഷമിക്കണം. ഒരു നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ കോമൺ എറ അനുസരിച്ച് 1900 മുതൽ 2000 വരെ. പിന്നെ വേറെ വിധത്തിൽ നോക്കിയാൽ ഇത് 2014. ഓഡിബിളാണോ? ഓക്കെ. ശബ്ദം മോശമാകുന്നില്ല. ഇത് 2014. 914 തൊട്ട് 2014 100 വർഷങ്ങളാണ്. 914 സവിശേഷതയുണ്ട്. 1ാം ലോകമഹായുദ്ധം തുടങ്ങിയ വർഷം. തമ്മിൽ വലിയ അന്തരമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇടയിലൂടെ സഞ്ചരിക്കാം. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന ലോകത്തെക്കുറിച്ച് തൻ്റെ പ്രശസ്തമായ കൃതി ദി പ്രൗഡ് ടവർ ബാർബറ ടക്ടൺ എഴുതിയപ്പോൾ അവർ അത് ആരംഭിച്ചത് എഡ്ഗർ അലൻ പോയിൻ്റെ ഒരു കവിതയിൽ ശകലം ഉദ്ധരിച്ചുകൊണ്ടാണ്. While from a proud tower in the town, death
ലുക്സ് എക്സാക്ട്ലി ഡൗൺ എന്ന്. ആ പ്രൗഢ ഗോപുരത്തിൽ നിന്ന് ഉയർന്നു വീണ അത്ര മരണം, മനുഷ്യനിർമ്മിതമായ മരണം വേറൊരു നൂറ്റാണ്ടിലും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ നൂറ്റാണ്ട് വീടുകളിൽ നിന്നും നാട്ടിൽ നിന്നും ഇറക്കിവിട്ട മനുഷ്യരുടെ എണ്ണം വേറൊരു നൂറ്റാണ്ടിലും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നില്ല. മഹായുദ്ധങ്ങളും വിപ്ലവങ്ങളും അണുബോംബുകളും വംശഹത്യകളും രാഷ്ട്രീയ ശുദ്ധീകരണങ്ങളും തരണം ചെയ്ത് അതിൻ്റെ പുറംവാതിലിൽ എത്തി നിന്ന മനുഷ്യൻ്റെ മുഖത്തെ മുഖ്യമായ ഭാവം ക്ഷീണത്തിൻ്റെതായിരുന്നു. അവൻ ഒരു സൈനികനാണോ അഭയാർത്ഥിയാണോ വെറും പൗരനാണോ എന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല. ഭാവിയുടെ മുഖത്ത് നോക്കുവാൻ മനുഷ്യന് ഭാവിയുടെ മുഖത്ത് നോക്കുവാൻ അവൻ വിമുഖനായിരുന്നു. വിശേഷിച്ച് എന്തെങ്കിലും താല്പര്യങ്ങളോ സ്വപ്നങ്ങളോ അവൻ മനസ്സിൽ സൂക്ഷിക്കുന്നില്ലായിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൻ്റെതല്ലാത്തതായി. വേറൊരു വിധത്തിൽ നോക്കിയാൽ കഴിഞ്ഞുപോയ നൂറ്റാണ്ട് യുദ്ധങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും എന്ന പോലെ ഒരുപാട് ആശയങ്ങളുടെയും ആവേശങ്ങളുടെയും കൂടിയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ നിന്ന് ഏറ്റുവാങ്ങി അത് ശിരസിലേക്ക് നടന്ന സോഷ്യലിസം എന്ന ആശയത്തെ നോക്കൂ. നൂറ്റാണ്ട് കലാശം പൊട്ടി പിൻവാങ്ങിയപ്പോൾ ലോകക്കമ്പോളത്തിൽ അത് തുച്ഛമായ വിലയ്ക്ക് വിറ്റുപോയി. എന്തിനെന്നറിയാത്ത ഒട്ടേറെ ഊർജവുമായി വന്ന ഒന്നായിരുന്നു അനാർക്കിസം. ഒരു ദിശാബോധമില്ലായിരുന്നെങ്കിലും അനാർക്കിസം ഡെവലപ്പ് ചെയ്ത അത്ര ഊർജ വേറെ പല ആശയങ്ങളും ഉണ്ടാക്കിയിരുന്നില്ല. അത് പോയി മറിഞ്ഞതോ ഉത്തരാധുനികത അവതർമ്മിച്ച് സമ്മാനിച്ച് ശിഥിലീകൃത സമൂഹത്തിൻ്റെയും നിഷ്ക്രിയത്വത്തിൻ്റെയും പുറകിലും ആവേശങ്ങൾ ഉയരുന്ന പോലെ തന്നെ തണുത്തു പോകുന്നു. എല്ലാം അങ്ങനെ ആകണമെന്നില്ല. കാലം ചിലത് മരിച്ചു പോയെങ്കിൽ ചിലത് നിലനിന്നു, ചിലത് പരിണമിച്ചു വളർന്നു. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ പരിസരം എന്നാൽ യുദ്ധത്തിന് മുമ്പും പിമ്പും ഉണർത്തിവിട്ട ഇത്തരം ചില ആശയങ്ങളെ പറ്റി, ആവേശങ്ങളായി മാറിയ ആശയങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. 1-ാം ലോക മഹായുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ലക്ഷക്കണക്കിന് മനുഷ്യർ എന്തിനെന്നറിയാതെ പരസ്പരം കൊല്ലുകയും മരിക്കുകയും ചെയ്ത ഒരു പ്രതിഭാസം. വാർ ഓഫ് അട്രീഷൻ ആയി മാറിയ യുദ്ധം മനുഷ്യരെ ട്രെഞ്ചുകളിൽ മഞ്ഞും തണുപ്പും സഹിച്ചുകൊണ്ട് മാസങ്ങളോളം എതിരാളിയുടെ തീരുന്നത് വരെ കാത്തുകിടക്കേണ്ട അവസ്ഥയിലേക്ക് ഉപേക്ഷിച്ച ഒരു അവസ്ഥ. മനുഷ്യ മനസ്സിൽ എന്ത് പ്രത്യാഘാതങ്ങളാണ് അതുണ്ടാക്കിയത് എന്ന് നമുക്കറിയില്ല. അത് കാരണം 20 കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു യുദ്ധത്തിൽ കൊല്ലുവാൻ ലക്ഷക്കണക്കിന് മനുഷ്യർ മുന്നോട്ട് വന്നു. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ പിന്നിൽ ചില ഭരണാധികാരികളുടെ താല്പര്യങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും ആവേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. എന്നാൽ 2-ാം ലോക മഹായുദ്ധം അങ്ങനെയായിരുന്നില്ല. ഫാസിസം സ്വയമൊരാവേശമായിരുന്നു. അതിനെ പ്രോത്സാഹിപ്പിച്ചവർക്കും അതിനാൽ വഹിച്ചു കൊണ്ടുപോയവർക്കും ഊതി വീർപ്പിച്ച വംശീയ വെറുപ്പുകളും ഒരാവേശമായിരുന്നു. യൂറോപ്പിൽ യഹൂദർക്കെതിരെ എന്ന പോലെ ജപ്പാനിൽ ചൈനക്കാർക്കും നേരെ ഫാസിസത്തിന് നേരെയുള്ള സമരവും അതുപോലെ തന്നെ ഒരുപക്ഷെ അതിലും വലിയ ഒരാവേശമായി. 1-ാം ലോക യുദ്ധകാലത്തെ പെസിഫിസ്റ്റുകളിൽ മുഖ്യനും
ശാസ്ത്രജ്ഞനുമായ ഐൻസ്റ്റീൻ അന്ന് പറയുകയുണ്ടായി, 3 നൂറ്റാണ്ടിലേറെ കാലത്തെ കഠിനമായ സാംസ്കാരിക പ്രയത്നം മനുഷ്യനെ മത തീവ്രവാദത്തിൽ നിന്ന് ഭ്രാന്തൻ നാഷണലിസത്തിലേക്ക് കൊണ്ടുവരിക മാത്രമേ ചെയ്യുള്ളൂ എന്ന്. ആ നാഷണലിസത്തിൻ്റെ സൃഷ്ടികളായിരുന്നു വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ഉടലെടുത്ത ഫാസിസം. ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്തുവെന്ന് പറയുന്നവരും ഓരോ വിധത്തിൽ നാഷണലിസ്റ്റുകൾ തന്നെയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷവും നാഷണലിസവും ഫാസിസവും ഇന്ന് തുടരുന്നു. നാഷണലിസത്തോടൊപ്പം 1ാം മഹായുദ്ധത്തിൻ്റെ അന്ത്യം വേറെ 2 പ്രക്രിയകൾ കൂടി കൊടുത്തുവിട്ടു. ഒന്ന്, പുതിയ ഇന്റർനാഷണലിസത്തെ ഒരു പുതിയ ഇന്റർനാഷണലിസം, കമ്മ്യൂണിസം. വേറൊന്ന് മറ്റൊരു ഇന്റർനാഷണലിസം, അതിൻ്റെ പിരിച്ചുവിടൽ. ഒന്നാമത്തെ കമ്മ്യൂണിസം ഇന്റർനാഷണലിസത്തിൻ്റെ ഉദയവും വേറെ വിധത്തിൽ മതത്തെ ആധാരമാക്കിയുള്ള ഒരു ഇന്റർനാഷണലിസത്തിൻ്റെ അവസാനവും, അത് ഇസ്ലാമിക് ഖിലാഫത്ത്. അന്നത്തെ ബൗദ്ധിക ലോകം ഭാവിയുടെ പ്രകാശമായി കണ്ട റഷ്യൻ സോഷ്യലിസ്റ്റ് വിപ്ലവത്തെ അത് കാഴ്ചവെച്ചു. പ്രത്യക്ഷമായും ഉള്ളടക്കത്തിലും നാഷണലിസ്റ്റ് വിരുദ്ധമായിരുന്നു അത്. ദേശരാഷ്ട്രങ്ങൾക്ക് അതീതമായി തൊഴിലാളികൾ ഭരിക്കുന്ന ഒരു ലോകരാഷ്ട്രത്തെയാണ് അത് വിഭാവനം ചെയ്തത്. ലോകത്ത് എമ്പാടുമുള്ള തൊഴിലാളികളെ ഉന്നിക്കുക എന്നായിരുന്നു അതിൻ്റെ ആഹ്വാനം. 20ാം നൂറ്റാണ്ടിൻ്റെ വലിയൊരു പങ്ക് സമയത്ത് കത്തിനിന്ന ഈ ആഹ്വാനം, കത്തിനിന്ന് ഈ ആവേശം ഭൂമുഖത്തെ ഏതൊരു പ്രദേശത്തെയാണ് ആവേശിക്കാതിരുന്നിട്ടുള്ളത്. വിപ്ലവം വഴിയായാലും യുദ്ധം വഴിയായാലും മറ്റു വിധത്തിലായാലും അത് ഒരുപാട് രാജ്യങ്ങളെ ഗ്രസിക്കുകയും ലോക ചരിത്രത്തെ തന്നെ വഴിതിരിച്ചു വിടുകയും ചെയ്തു. ഒരുപാട് പേർ അതിനുവേണ്ടി ജീവൻ കൊടുത്തു, ഒരുപാട് പേരുടെ ജീവൻ അതെടുത്തു. ബുദ്ധ, ക്രൈസ്തവ, ഇസ്ലാമിക മതങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു ആശയത്തിൻ്റെ ആവേശം വേറെ ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല. 1ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടായ 2ാമത്തെ പ്രക്രിയ നേർ വിപരീതമായിരുന്നു. നാഷണലിസത്തെ മാനിക്കാത്ത ഒരു ദേശീയതയെ അത് പിരിച്ചുവിട്ടു. ദേശരാഷ്ട്രങ്ങൾക്ക് അതീതമായി ലോകമെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികൾ ഒരു രാഷ്ട്രമാണെന്ന ആശയമായിരുന്നു തുർക്കിയിലെ ഒട്ടോമൻ ഖലീഫയുടെ കീഴിലുള്ള ഖിലാഫത്ത്. ഖിലാഫത്തിനെയും പ്രത്യയശാസ്ത്രപരമായി ഒന്നാമത്തേതിന് പ്രത്യയശാസ്ത്രമായിരുന്നുവെങ്കിൽ 2ാമത്തെ ഈ വിശ്വാസത്തിൻ്റെ മതമായിരുന്നു. മുസ്ലിം ജനത വേറെ വേറെ രാജ്യങ്ങളായി അവരുടെ സ്വത്വം പ്രഖ്യാപിച്ചു 1ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടുകൂടി. ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായ തുർക്കി തന്നെ മതത്തെ വലിച്ചെറിഞ്ഞ് ഒരു സെക്യുലർ രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ചു. അതും ഒരു തീവ്ര സെക്യുലർ രാഷ്ട്രം. മതത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളെയും ചടങ്ങുകളെയും വസ്ത്രധാരണത്തെയും പുതിയ തുർക്കി നിഷേധിച്ചു. ഭാഷ ഈവൻ ഭാഷയുടെ സ്ക്രിപ്റ്റ് പോലും മാറ്റുകയുണ്ടായി. ആദ്യത്തെ പ്രക്രിയ സാമ്പത്തിക അവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ 2ാമത്തേത് മതവിശ്വാസത്തിൻ്റെ പേരിലുള്ള ആഗോളീകരണത്തെ നിഷേധിച്ചു.
ഒപ്പം ഒരിടത്തെങ്കിലും സെക്യുലർ സ്റ്റേറ്റ് എന്ന ഒരു ആശയത്തെ തുടങ്ങി വയ്ക്കുകയും ചെയ്തു. ഒരുപക്ഷെ ആദ്യമായി ഒരു സെക്യുലർ സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തത് തുർക്കിയായിരിക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ 100-ാം പിറന്നാളിൽ അത് തൊടുത്തുവിട്ട ഈ രണ്ട് പ്രക്രിയകളും എവിടെ നിൽക്കുന്നുവെന്ന് നോക്കാം. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പിന്നാലെ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യവും അവസാനിച്ചു. ആ ആശയം ഒരുമിപ്പിച്ച രാജ്യങ്ങളെല്ലാം വേറെ വേറെയായി. കമ്മ്യൂണിസ്റ്റ് തത്വചിന്ത ഒരു ഫോസിൽ രൂപത്തിലേക്ക് വിരമിച്ചു. ലോകത്തിലൊരിടത്തും ഇന്ന് അതൊരു ഭ്രാന്തൻ ആവേശമല്ല. വേറൊരു വിധത്തിലുള്ള ആഗോളീകരണത്തിന് അത് വഴിമാറിക്കൊടുത്തിരിക്കുന്നു. കമ്പോളാധിഷ്ഠിത ആഗോളീകരണത്തിന്. മതവിശ്വാസത്തിൻ്റെ കഥയോ ഐൻസ്റ്റീൻ്റെ നിരീക്ഷണത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് മടങ്ങി വരാം. 3 നൂറ്റാണ്ടിൻ്റെ കഠിന പ്രയത്നത്തിന് ശേഷം പിന്നിലാക്കിയെന്ന് അദ്ദേഹം കരുതിയ അതേ മതതീവ്രവാദത്തിൻ്റെ മടിയിൽ നാം തിരിച്ചെത്തിയിരിക്കുന്നു. തുർക്കി പരീക്ഷിച്ച സെക്യുലറിസം തുർക്കിയിൽ തന്നെ ഒരു ഇസ്ലാമിക കക്ഷിക്ക് ഭരണം കൈമാറി കൊടുത്തു. IS പോലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകളെ വീണ്ടും ഒരു ഖിലാഫത്തിന് കീഴിൽ ഒരുമിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അവരുടെ കയ്യിൽ ആധുനിക സാങ്കേതിക വിദ്യയുണ്ട്. ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ കമ്മ്യൂണിക്കേഷൻ്റെ അപാര സാധ്യതകളും. 918 അടങ്ങിയെന്ന് കരുതിയ ആവേശം അതീവ ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ ഈ സമയത്ത് ലോകമെമ്പാടും യുദ്ധങ്ങൾ നടക്കുകയാണ്. പാലസ്തീനിൽ, ഇറാഖിൽ, സിറിയയിൽ, വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, യുക്രൈനിൽ, എല്ലാ സ്ഥലത്തും മതത്തിൻ്റെ പേരിലാണ് യുദ്ധം. മുസ്ലിമുകൾ, യഹൂദർ, ക്രിസ്ത്യാനികൾ. യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ യഹൂദരെ ഉപദ്രവിച്ചു. യഹൂദർ പകപോക്കിയത് മുസ്ലിമുകളുടെ നേരെയാണ്. മുസ്ലിമുകളുടെ എല്ലാവരുടെയും മേൽ. ഹിന്ദുക്കളും ബുദ്ധമതക്കാർ പോലും ഇതിലല്ല. മതങ്ങളാകട്ടെ മധ്യകാലത്തിൽ നിന്ന് പുറകോട്ട് പോയി ഏറ്റവും പ്രാകൃതമായ രീതികളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മന്ത്രവാദ ചികിത്സ ഏർപ്പെടുത്തുവാൻ ഒരു നീക്കം ചെയ്യുകയുണ്ടായി. യൂണിവേഴ്സിറ്റിയിൽ ജ്യോതിഷത്തിന് ഒരു ഫാക്കൽറ്റി ഉണ്ടാക്കുവാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കൈവെട്ടിക്കളയൽ, പൊതുസ്ഥലത്ത് വെച്ച് കൂട്ടമായി തൂക്കിക്കൊല്ലൽ, ചാട്ടവാറടി, കല്ലെറിഞ്ഞ് കൊല്ലൽ, കത്തിക്കൽ, എന്തിന് കുരിശിലേറ്റൽ വരെ ഇന്ന് മതതീവ്രവാദികൾ ഉപയോഗിക്കുന്നു. ഗ്യാസ് ചേംബറിൻ്റെ നൂറ്റാണ്ടായിരുന്നു 20-ാം നൂറ്റാണ്ട്. ഇന്ന് യഹൂദർ പലസ്തീൻ ജനതയുടെ നേരെ അതേ ഹോളോകോസ്റ്റ് അഴിച്ചു വിട്ടിരിക്കുന്നു. ഇരുപതാം നൂറ്റാണ്ടിനെ ആവേശിച്ച 1-2 സംരംഭങ്ങളെ കൂടി കുറിച്ചുകൂടി ഞാൻ സംസാരിക്കാം. യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും ഇടയിലൂടെ പ്രശ്നങ്ങളെ അക്രമരഹിതമായി നേരിടുവാനുള്ള ഒരു അന്വേഷണ യാത്രയായിരുന്നു അതിൽ ഒന്ന്. തത്വചിന്തകരുടെയും പെസഫിസ്റ്റുകളുടെയും മനസ്സിൽ ബീജാവസ്ഥകൾ നിലനിന്നിരുന്ന അത് ആദ്യമായി ശക്തമായി സംഘടിതമായി പരീക്ഷിക്കപ്പെട്ടത് ഒരുപക്ഷെ റഷ്യയിലായിരുന്നു. ജനുവരിയിൽ സാർ ചക്രവർത്തിയുടെ സർവാധിപത്യത്തിനെതിരെ ഫാദർ ഗോഡ്ജി ഗപ്പൺ എന്ന മതപുരോഹിതനാണ് അത് സംഘടിപ്പിച്ചത്. അക്രമരഹിതമായൊരു സമരം. ഒരു പാതിരിയായിരുന്നു തലപ്പത്തെങ്കിലും പൂർണ്ണമായും മതേതരമായിരുന്നു അത്. മിനിമം വേതനം, 8 മണിക്കൂർ ജോലി, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, പ്രായപൂർത്തി, വോട്ടവകാശം, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്, ഇങ്ങനെ പോയി ഡിമാൻഡുകൾ എല്ലാം സെക്യുലർ ഡിമാൻഡുകൾ.
മുമ്പ് 1881 പീപ്പിൾസ് വിൽ എന്ന സംഘടന അന്നത്തെ സാർ ചക്രവർത്തിയെ വഹിച്ചു എന്ന് കൂടി ഓർക്കുക. ഇപ്പോൾ ഗാബൺ 10,000-കണക്കിന് ഒത്തുകൂടിയ ജനതയോട് പറഞ്ഞു, നമ്മൾ സാറിനെ കാണാൻ പോവുകയാണ്, നിരായുധരായി ഒരു നിവേദനം സമർപ്പിക്കുവാൻ. ഗാബൺ നയിച്ച മാർച്ചിൽ തൊഴിലാളികളും ബുദ്ധിജീവികളും മാത്രമല്ല സമ്പന്നരുമുണ്ടായിരുന്നു. അന്നത്തെ സാറിൻ്റെ ആഭ്യന്തര മന്ത്രിയുടെ ഉപദേശം സാർ ചക്രവർത്തി നിരാകരിച്ചു. 1,00,000-ൽ പരം തൊഴിലാളികൾ പണിമുടക്കിക്കൊണ്ട് പിന്താങ്ങിയപ്പോൾ സമരം ശക്തമായി. സാറിൻ്റെ പട്ടാളം തോക്കുകളുമായി സമരത്തെ നേരിട്ടു. നിരവധി പേർ കൊല്ലപ്പെട്ടു. ജാഥ ഛിന്ന ഭിന്നമായി. ഗാബൺ മാക്സിം ഗോർക്കിയുടെ വീട്ടിൽ അഭയം തേടി. താടിയും മുടിയും കളഞ്ഞ് പാതിരിയെ പിറ്റേന്ന് മാക്സിം ഗോർക്കി പൊതുജന സമക്ഷത്ത് കൊണ്ടുവന്നു. സാറിനും ജനങ്ങൾക്കുമിടയിൽ സഖാക്കളുടെ രക്തത്തിൻ്റെ നദിയാണ് ഒഴുകുന്നതെന്ന് ഗോർക്കി എന്ന് പ്രഖ്യാപിച്ചു. ഗാബണിൻ്റെ മാർച്ച് തകർന്നു. അദ്ദേഹം വിദേശത്തേക്ക് പലായനം ചെയ്തു. എങ്കിലും സമരം അവസാനിച്ചില്ല. കൂടുതൽ തൊഴിലാളികൾ പണിമുടക്കിയതോടുകൂടി ചക്രവർത്തി ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുക്കുവാൻ തയ്യാറായി. അവ്യക്തമായിരുന്നു അവ. പ്രക്ഷോഭം അതുകൊണ്ട് അവസാനിച്ചില്ല. പ്രശസ്തമായ പോംടെക്കിൻ ബാറ്റിൽ ഷേപ്പിലെ കലാപം പോലെയുള്ള സംഭവങ്ങൾ സേനയ്ക്കിടയിൽ തന്നെ ഉണ്ടായി. സെൻസർഷിപ്പ് വകവയ്ക്കാതെ പത്രങ്ങൾ ഇഷ്ടംപോലെ എഴുതുവാൻ തുടങ്ങി. ഗവൺമെൻറ്റിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് പത്രങ്ങൾ എന്ന് ടോൾസ്റ്റോയ് എഴുതി. ഗവൺമെൻറ്റിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് ജനങ്ങൾ എന്ന് ടോൾസ്റ്റോയ് എഴുതി. ഈ സമയത്താണ് സൈബീരിയയിൽ നിന്ന് രക്ഷപ്പെട്ട് വിദേശത്ത് താവളം വിളിച്ചിരുന്ന ട്രോട്സ്കി തിരിച്ചെത്തിയത്. ട്രോട്സ്കിയും ലെനിനും സാർ അനുവദിച്ച ആനുകൂല്യങ്ങളെ പുച്ഛിച്ചു തള്ളി. ഫാദർ ഗാബണിൻ്റെ വിന്റർ പാലസ് മാർച്ചിൽ പങ്കെടുക്കരുതെന്ന് അന്നേ ബോൾഷെവിക്കുകൾ ജനങ്ങളോട് ഉപദേശിച്ചിരുന്നു. സായുധ സമരം ഒന്നേ വഴിയുള്ളൂവെന്ന് അവർ പ്രഖ്യാപിച്ചു. രാജ്യത്തെങ്ങും അരാജകത്വം പരന്നു. അതിൽ നിന്ന് മുതലെടുത്ത് വലതുപക്ഷ പ്രതിലോമ സംഘടനകൾ വംശീയ കലാപങ്ങൾ അഴിച്ചുവിട്ടു. അവരുടെ ബ്ലാക്ക് ഹൺഡ്രഡ്സ് എന്ന സംഘടന വിപ്ലവകാരികളെയും വിദ്യാർത്ഥികളെയും യഹൂദരെയും അർമേനിയൻ ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ടു. യഹൂദരുടെ വിശാലമായ ഇസ്രായേൽ സ്ഥാപിക്കാനുള്ള ഗൂഢാലോചന ഇവിടെ തെളിവായി സെർഗി നിലൂസ് എന്ന ക്രിസ്ത്യൻ മതഭ്രാന്തൻ വ്യാജമായ ഒരു പുസ്തകം പുറത്തിറക്കി. ദി പ്രോട്ടോകോൾസ് ഓഫ് ദി ലിയോൺസ് ഓഫ് ദി ലേണഡ് എൽഡേഴ്സ് ഓഫ് സിയോൺ എന്ന പുസ്തകം തന്നെ വ്യാജമായിരുന്നു. എങ്കിലും പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയതോടുകൂടി യൂറോപ്പിൽ മാത്രമല്ല ദൂര അമേരിക്കയിൽ കൂടിയും അത് ഒരുപാട് സംഭവവികാസങ്ങൾക്ക് ഇടവച്ചു. നിരായുധരുടെ സമരത്തിന് മുമ്പിൽ പതറിപ്പോയ ചക്രവർത്തിക്ക് അവസാനം ചക്രവർത്തി സന്തോഷമായി. അക്രമത്തെ നേരിടേണ്ട വഴി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നോൺ വയലൻറ്റ് ആക്ഷന് നേരിടാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷെ അക്രമത്തെ നേരിടുവാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സേനയ്ക്ക് അധികാരം അദ്ദേഹം കൈമാറി. പട്ടാളത്തിൻ്റെ കയ്യിൽ എല്ലാ അധികാരങ്ങളും കൊടുത്തു. സമ്മറി വിചാരണ, ശിക്ഷ, കൊല, കൊള്ളിവെപ്പ് എല്ലാം. വിപ്ലവകാരികളും നാഗരികരും കണക്കില്ലാതെ കൊല്ലപ്പെട്ടു. ബോൾഷെവിക്കുകളും മോസ്കോ സോവിയറ്റും പരാജയം സമ്മതിച്ച് ഉൾവലിഞ്ഞു. വീണ്ടും ലോകമഹായുദ്ധം വിപ്ലവത്തിന് അവസരം തുറന്നു കൊടുക്കുന്നതുവരെ അക്രമരഹിത സമരത്തിൽ സവിശേഷ താല്പര്യമെടുത്തിരുന്ന ടോൾസ്റ്റോയ് എഴുതി, I have to grieve for those who, imagining that they are making it, are actually destroying it. The violence of the old regime will only be destroyed by non-participation in violence, and not at all by the mere foolish acts of violence.
which are now being committed. കൃത്യം 85 കൊല്ലങ്ങൾക്ക് ശേഷം അതേ നൂറ്റാണ്ടിൽ 1991 അതേ മോസ്കോവിൽ വേറൊരു അക്രമരഹിത സമരം അരങ്ങേറി. ഇത്തവണ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ വിജയകരമായി ഗോർബച്ചോവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കൾ ഒരു കൂ നടത്തി. 4 ദിവസം നീണ്ടുനിന്ന കൂ. അവരും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, പട്ടാളത്തെ വിളിക്കുകയും ചെയ്തു. അന്ന് KGB ഓഫീസർമാരുടെ വലയം വകഞ്ഞു മാറ്റി ബോറിസ് യെൽസിൻ വൈറ്റ് ഹൗസിലേക്ക് ഓടിയെത്തി. സ്വയം ഒരു ടാങ്കിന്മേൽ ചാടിക്കയറി പട്ടാളക്കാരെ അഭിസംബോധന ചെയ്തു അദ്ദേഹം. At this difficult hour of decision, remember that you have taken an oath to your people and your weapons cannot be targeted against them. ടാങ്ക് യൂണിറ്റ് കമാൻഡർമാർ കുറച്ച് ആലോചിച്ചു. പിന്നീട് അവർ എഞ്ചിനുകൾ ഓഫ് ചെയ്തു, തിരിച്ചുപോയി. വിപ്ലവം അവസാനിച്ചു, വിജയകരമായി. ടിയനാൻമെൻ സ്ക്വയറിലെ പ്രസിദ്ധനായ ടാങ്ക് മാനെ ചിലരെങ്കിലും ചിത്രത്തിൽ കണ്ടു കാണും. ടാങ്കിൻ്റെ നേരെ നിൽക്കുന്നൊരു ചെറുപ്പക്കാരൻ കയ്യിലൊരു പ്ലാസ്റ്റിക് ബാഗുമായി. അതെന്തിനാണ് നിൽക്കുന്നത്? ടാങ്കിനെ തടയുകയാണ്. ആ മനുഷ്യന് എന്ത് പറ്റിയെന്ന് നമുക്കറിഞ്ഞൂടെ യുവാവിന്. പക്ഷേ ആ ചിത്രം ഇപ്പോഴുമുണ്ട്. ടിയനാൻമെൻ സ്ക്വയറിലെ ടാങ്ക് മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ബെർലിൻ വാളിൻ്റെ പതനത്തിന് ശേഷം ചെക്ക് വിദ്യാർത്ഥികൾ പ്രാഗിലെ വെൻസ്ലെസ് പാലസിൽ സ്ക്വയറിൽ പട്ടാളക്കാരെ അഭിമുഖീകരിച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ടിരുന്നു, "We have no weapons. The world is watching us." അവർ ജയിച്ചു. ആഴ്ചകൾക്കുള്ളിൽ അവിടത്തെയും പൂർവ്വ ജർമ്മനിയിലെയും ഹംഗറിയിലെയും ബൾഗേറിയയിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങൾ അപ്രത്യക്ഷമായി. നിരായുധരായ ജനങ്ങൾ അവിടെ തിരിച്ചു. 1981 ഡിസംബർ പോളണ്ടിലെ സോളിഡാരിറ്റി സ്വതന്ത്ര ട്രേഡ് യൂണിയൻ നേതാവ് വലേസയെ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പോലീസിനോട് പറഞ്ഞു, "At this moment you lost. You will come back to us on your knees one day." 9 കൊല്ലത്തിന് ശേഷം ഷിപ്പ്യാർഡിൽ ഒരു ഇലക്ട്രീഷ്യൻ മാത്രമായിരുന്നു വലേസയെ പ്രസിഡന്റ് ആകുവാൻ ക്ഷണിച്ചുകൊണ്ട് അവിടുത്തെ പട്ടാള മേധാവി തിരിച്ചു വന്നു. അക്രമരഹിത സമരം കഴിഞ്ഞ നൂറ്റാണ്ടിൽ എത്രയോ ഇടങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടു. കടുത്ത അക്രമം അഴിഞ്ഞാടിയ നൂറ്റാണ്ടിൽ, അതേ നൂറ്റാണ്ടിൽ തന്നെ അക്രമരഹിത സമരവും അതേ ശക്തിയോടുകൂടി തന്നെ ലോകത്തിൽ പലയിടങ്ങളിൽ ഒരു വൈഡ് റേഞ്ച് പരീക്ഷിക്കപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയിൽ, യൂറോപ്പിൽ പലയിടങ്ങളിലും, ചൈനയിൽ ടിയനാൻമെൻ സ്ക്വയറിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ തന്നെ മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ, പിന്നെ പേരുകേട്ട വിമുക്ത ഭടന്മാരുടെ എക്സ് സർവീസ്മെന്മാരുടെ ഓറിഗണിലെ പോർട്ട്ലൻഡ് നഗരത്തിൽ നിന്ന് കിഴക്ക് വാഷിംഗ്ടൺ DC വരെയുള്ള പ്രസിദ്ധമായ ബോണസ് മാർച്ച്. അമേരിക്ക ഒരു ക്രൈസിസിൽ കൂടി കടന്നു പോകുന്ന കാലമായിരുന്നു അത്. ബോണസ് മാർച്ച് എന്ന പേരിൽ നടന്ന ആ സമരത്തെ ഒരുപക്ഷെ വളരെയധികം കേട്ട് കാണില്ല. എന്നാൽ ഇന്ത്യയിൽ ഗാന്ധിയൻ സമരത്തിന് സമാനമായി വേറൊരു സമരമുണ്ടായില്ല. 3 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആ സമരത്തെപ്പറ്റി ഞാൻ വിശദമായി പറയേണ്ടതില്ല. ഒരു ഭ്രാന്തൻ ആവേശമായിരുന്നുവോ അത്? അസാധ്യമായ ഒന്നിൻ്റെ പിന്നാലെ പോകൽ പലർക്കും അങ്ങനെ തോന്നി. പക്ഷെ ഗാന്ധിക്ക് അതൊരു വെറും സാധാരണ യുക്തിപരമായ സംഗതിയായിരുന്നു. 1936
ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വൈദികൻ അദ്ദേഹത്തോട് ചോദിച്ചു, അക്രമരഹിത സമരം ഡയറക്റ്റ് ആക്ഷൻ്റെ രൂപങ്ങളിൽ ഒന്നാണോ എന്ന്. ഗാന്ധി പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് വൺ ഫോം, ഇറ്റ് ഈസ് ദി ഓൺലി ഫോം. ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ അക്യൂസ് ഫോഴ്സ് ഇൻ ദ വേൾഡ്. 1 2 മഹായുദ്ധങ്ങൾക്കിടയിലെ നാഷണലിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും മിലിറ്ററിസത്തിൻ്റെയും കാലത്ത് ഗാന്ധി 200 കൊല്ലമായി ഇന്ത്യ ഭരിച്ച അതിശക്തമായ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഏറ്റുമുട്ടി. അദ്ദേഹത്തിന് അതൊരു വലിയ സമരമായിരുന്നില്ല, വലിയ സമരമായി പോലും തോന്നിയില്ല. വെറും സ്വാഭാവികം. നാം നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിച്ചാൽ അതിൽ ജീവിക്കുവാൻ അർഹതയുള്ളവർ അതിൽ ജീവിക്കും, മറ്റുള്ളവർ താനേ പോയിക്കൊള്ളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ടും അതൊരു മഹാസമരം തന്നെയായിരുന്നു, മഹത്തായ ആവേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇന്ത്യക്കാർക്കും ലോകത്തിൽ എല്ലാവർക്കും. ഭ്രാന്തൻ ആവേശമായിരുന്നു ടിയനൻമെൻ സ്ക്വയറിൽ ചെറുപ്പക്കാരുടേത്, ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയുടേത്, അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറുടേത്, ഡുബ്ചെക്കിൻ്റെയും വെലേസയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബെർലിൻ വാൾ മറികടക്കാൻ ശ്രമിച്ചതിൻ്റെയും. അദൃശ്യമെന്ന് കരുതപ്പെട്ട ശക്തികളോടാണ് അവർ ഏറ്റുമുട്ടിയത്, നിരായുധരായി, പ്ലാനുകളൊന്നുമില്ലാതെ. എ സ്ട്രഗിൾ വിച്ച് ഹാസ് ടു ബി പ്രീവിയസ്ലി പ്ലാൻഡ് ഈസ് നോട്ട് എ റൈറ്റിയസ് സ്ട്രഗിൾ എന്നാണ് ഗാന്ധി പറയാറ്. അത് സ്വാഭാവികമായി ഉടലെടുക്കണം, സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി ഉടലെടുത്ത് സ്വാഭാവികമായി വളരണം. ആ ഭ്രാന്തൻ ആവേശങ്ങളെല്ലാം ഇന്ന് അടങ്ങിയ മട്ടാണ്. ഹിറ്റ്ലറോടും സ്റ്റാലിനോടും എങ്ങനെ അക്രമരഹിതമായി സമരം നടത്താം എന്ന് ആളുകൾ പണ്ട് ചോദിക്കാറുണ്ട്. ഇന്ന് അതേ ചോദ്യം ഇസ്രയേലിനോട് എങ്ങനെ സമരം ചെയ്യാം എന്നാണ്. ഈ അടുത്ത കാലത്ത് തുടങ്ങിയ പല അക്രമരഹിത സമരങ്ങളും പൊള്ളയും വ്യാജവുമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അക്രമരഹിത സമരത്തിലെ വിശ്വാസത്തെ അത് വല്ലാതെ ഇളക്കി. ഒന്നുകിൽ അവ ഹൈജാക്ക് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആദ്യം കണ്ട ആട്ടിൻ തോലിനകത്ത് നിന്ന് അവ ചെന്നായ്ക്കളെ പുറത്തു വിട്ടു. ഉദാഹരണം, ഇറാനിൽ നടന്ന വിപ്ലവം, ഈയിടെ ഏറെ ഘോഷിക്കപ്പെട്ട അറബ് വസന്തം, ഗാന്ധിയൻ പ്രസ്ഥാനത്തെ അടുത്ത് നിന്ന് പിന്തുടർന്ന ഷെനി ഷാ. അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഇവിടെ വന്ന് ഗാന്ധിയുടെ കൂടെ തന്നെ ജീവിച്ചിട്ടുണ്ട്. പ്രായാധിക്യം മറന്ന് ഈയിടെ അറബ് വസന്തത്തിൻ്റെ പിന്നാലെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതി, പക്ഷേ അവസാനം നിരാശനാവേണ്ടി വന്നു. സമരങ്ങൾ ഇന്ന് പൊതുവെ അക്രമരഹിതമല്ല, കൂടുതൽ അക്രമം, അതിലും കൂടുതൽ അക്രമം എന്നാണ് ഇന്നത്തെ രീതി. ഹൈജാക്ക്, തട്ടിക്കൊണ്ടുപോകൽ, ബോംബ് സ്ഫോടനം, WTC ഗോപുരങ്ങൾ, ഭീകരവാദം ഏതാണ്ട് സറിയലിസ്റ്റായി തീർന്നിരിക്കുന്നു. ഇമാജിനേഷനപ്പുറം. ഇവരും ജീവൻ ത്യജിക്കാൻ തയ്യാറാണ്, ജീവൻ എടുത്തുകൊണ്ട്. ഗാന്ധിയുടെ ഡു ആൻഡ് ഡൈ അല്ല, ഡു ഓർ ഡൈ അല്ല, ഡു ആൻഡ് ഡൈ എന്നാണ് അവരുടെ രീതി. ഗാന്ധി സ്വാതന്ത്ര്യത്തിൻ്റെ 68ാം പിറന്നാൾ ആഘോഷിക്കപ്പെടുന്ന ഈ അവസരത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഗാന്ധി മിലൻ കുന്ദേരയുടെ പ്രശസ്തമായ നിരീക്ഷണത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം ചരിത്രത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഒരു വെറും തൊപ്പി മാത്രമായാണ്. ഹിറ്റ്ലറെയും സ്റ്റാലിനെയും മാവോവിനെയും പോൾപോട്ടിനെയും ആയത്തുള്ള ഖൊമേനിയെയും ഒക്കെ മാപ്പാക്കാൻ എന്ന ആളുകൾ തയ്യാറാണ്. എന്നാൽ ഗാന്ധി കൂടുതൽ ആക്രമിക്കപ്പെടുന്നു. ഗാന്ധിയെ കൂടുതൽ ഇരുണ്ട നിറത്തിൽ ചിത്രീകരിക്കുന്നു. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മാത്രമല്ല ബുദ്ധിജീവികളുടെയും ദിനചര്യ. ഹിന്ദുത്വവാദികൾ എന്ന പോലെ ഇസ്ലാമിസ്റ്റുകളും ദലിത്വാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഒരിടത്തോ മറ്റിടത്തോ രണ്ടിടത്തുമോ അതിൽ യോജിക്കുന്നു. ഗാന്ധി ഒരു മതതീവ്രവാദിയാൽ കൊല്ലപ്പെട്ടപ്പോൾ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി എന്ന വിധത്തിൽ അംബേദ്കർ പ്രതികരിച്ചുവെന്ന്
ഇന്ന് ഈയിടെ ആരോ എഴുതുകയുണ്ടായി. അംബേദ്കറെ പോലൊരാൾ അങ്ങനെ പറഞ്ഞിരിക്കാൻ വഴിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പരിഹരിക്കുകയേ നിവൃത്തിയുള്ളൂ. അംബേദ്കർക്ക് പല ഗുണങ്ങളും ഉണ്ടായിരുന്നു, ഗാന്ധിക്ക് പല പോരായ്മകളും. പക്ഷേ ഗാന്ധി ഓർമ്മിക്കപ്പെടുന്നത് അതീവ കലുഷവും അക്രമാസക്തവുമായ ഒരു കാലത്ത് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ പോലും അക്രമരഹിതമായി പരിഹരിക്കുവാൻ ഒരു വഴിയുണ്ടെന്ന് നമ്മെ മനസ്സിലാക്കി തന്നതാണ്. ഈ കാരണത്താലാണ് ശാസ്ത്രജ്ഞനെന്ന പോലെ പെസിഫിസ്റ്റുമായിരുന്ന ഐൻസ്റ്റൈൻ തൻ്റെ പഠനമുറിയിൽ ശാസ്ത്രജ്ഞന്മാരുടെ ചിത്രങ്ങൾക്ക് പകരം ഗാന്ധിയുടെ ചിത്രം സ്ഥാപിച്ചത്. ഗാന്ധി ഒരു മത തീവ്രവാദിയാലാണ് വധിക്കപ്പെട്ടത് എന്നത് വളരെ സാരവത്താണ്. ഐൻസ്റ്റീന് സ്വദേശത്ത് ജീവിക്കുക അസാധ്യമാക്കിയതും ഗാന്ധിയെ സ്വദേശത്ത് വെച്ച് തന്നെ വധിച്ചതും മത തീവ്രവാദമാണ്. മതം ആണ് ഇന്ന് വായുവിൽ മുഴുവൻ. ഗാന്ധിയെ തമസ്കരിക്കുന്നതിൽ ഗാന്ധിയുടെ ഗുജറാത്ത് ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ഗാന്ധിയുടെ അവശേഷിച്ച തൊപ്പി കൂടി തെറിപ്പിക്കുന്നത് എല്ലാ വക ഗാന്ധി വിമർശനങ്ങളും അംബേദ്കർ പോലും അതിനുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കപ്പെടുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു പ്രസ്ഥാനത്തെ കൂടി ഞാൻ സ്പർശിക്കുന്നു. We all on earth have a commission and a right to defend the weak against the strong and to protest against brutality in any shape or form. എന്ന റോജർ കേസ്മെന്റിന്റെ ലോകമനസാക്ഷിയോടുള്ള അഭ്യർത്ഥനയായിരിക്കും ഒരുപക്ഷെ ആധുനിക ചരിത്രത്തിലെ ആദ്യത്തെ ശക്തമായ മനുഷ്യാവകാശ പ്രവർത്തന സംഘടനയായ കോങ്കോ റിഫോം അസോസിയേഷന്റെ പിന്നിലാശയം. തങ്ങളുടെ സ്ത്രീകളെ ചാട്ടവാറടിച്ചതിന് എതിരായി കലാപം ചെയ്ത കാമറൂണിലെ 27 ആഫ്രിക്കക്കാരെ ജർമ്മൻ അധിപതികൾ തൂക്കിലേറ്റിയ സംഭവമായിരുന്നു റോജർ കേസ്മെന്റിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. കൊല്ലം 1894. അതിനുശേഷം ബെൽജിയത്തിൻ്റെ കോങ്കോ അധിനിവേശം 5 മില്യണും 8 മില്യണും ഇടയ്ക്ക് ആഫ്രിക്കക്കാരുടെ ജീവനെടുത്തു. ബെൽജിയത്തിൻ്റെ ജനസംഖ്യ അന്ന് വെറും 6 മില്യൺ മാത്രം. ബെൽജിയം രാജാവിൻ്റെ സ്വകാര്യ സംരംഭമായിരുന്നു കോങ്കോ കമ്പനിക്ക് വേണ്ടി പുറത്തു കയറ്റിയ ഭാരത്തിനും വിശപ്പിനും വസൂരിക്കും മഞ്ഞപ്പിത്തത്തിനും ഇരകളായി മരിച്ചു വീഴുന്ന അടിമപ്പണിക്കാരുടെ ദൃശ്യത്തിന് സാക്ഷികളായിരുന്നു ബ്രിട്ടീഷ് വിദേശവർക്കൽ ജോലി ചെയ്യുന്ന ഐറിഷ് ഉദ്യോഗസ്ഥൻ റോജർ കേസ്മെന്റ്, സഞ്ചാരിയും സാഹിത്യകാരനുമായിരുന്ന ജോസഫ് കോൺറാഡും അമേരിക്കൻ മിഷണറി ജോർജ് വാഷിംഗ്ടൺ വില്യംസും അതുപോലെ വേറെയും അനേകം പേർ. ലണ്ടനിലിരുന്ന് കോങ്കോ ഭീകരത ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച എഡ്മണ്ട് മോറലിന് അവരെ പോലെ മനസാക്ഷിയുള്ളവരും അവരുടെ റിപ്പോർട്ടുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അന്നത്തെ ബുദ്ധിജീവികളും സാമൂഹ്യ പ്രവർത്തകരുമായിരുന്ന ബർട്രൻഡ് റസ്സൽ, ബെർണാഡ് ഷാ, ആർതർ കോനൻ ഡോയലും ജോൺ ഗാൽസ്വർത്തിയും ബുക്കർ ടി വാഷിംഗ്ടണും മാർക്ക് ട്വെയിനും അനാട്ടോൾ ഫ്രാൻസും മാത്രമല്ല ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിയും അബോളിഷനിസ്റ്റും ചോക്ലേറ്റ് വ്യവസായിയായിരുന്ന വില്യം കാഡ്ബറിയും ഈ പ്രസ്ഥാനത്തിൽ പങ്കുചേർന്നു. ലിയോപോൾഡ് രാജാവ് കോങ്കോ കമ്പനി ബെൽജിയം ഗവൺമെൻറ്റിന് കൈമാറുന്ന ദിവസം വരെ എഡ്മണ്ട് മോറലായിരുന്നു ഈ മനുഷ്യാവകാശ സമരത്തെ നയിച്ചത്. A special kind of relationship developed between Arthur Conan Doyle and Edmund Morrell എന്ന് പറയുന്നു. Conan Doyle wrote crime stories and how to solve them, and
William and Edmund Morrell exposed much more serious crimes against humanity. 1913 രാജാവ്, ബെൽജിയം രാജാവ് കമ്പനി ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്തതോടുകൂടി ആ പ്രസ്ഥാനം അവസാനിച്ചു. യുദ്ധം പ്രസ്ഥാനത്തെ താറുമാറാക്കി. മോറൽ പസിഫിസ്റ്റ് എന്ന നിലയിൽ ജയിലിലടയ്ക്കപ്പെട്ടു. പോളണ്ടുകാരനെങ്കിലും ഇംഗ്ലണ്ടിൽ കുടിയേറിപ്പാർത്ത് ഇംഗ്ലീഷുകാരേക്കാൾ കൂടുതൽ ഇംഗ്ലീഷുകാരനായി മാറിയ കോൺറാഡ് തീവ്ര ബ്രിട്ടീഷ് നാഷണലിസ്റ്റായി. അയർലൻഡിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ബുദ്ധിശൂന്യമായി പിൽക്കാലത്ത് ജർമ്മൻ സഹായം തേടിയ കേസ്മെൻറ്റ് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ 1916 തൂക്കിലേറ്റപ്പെട്ടു. യുദ്ധം കഴിഞ്ഞ് മോചിതനായ മോറൽ ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിൻസ്റ്റൺ ചോർച്ചിലിനെ തോൽപ്പിച്ചു. ജയിൽവാസം തളർത്തിയ മോറൽ പക്ഷെ അധികാരം ജീവിച്ചില്ല. അദ്ദേഹം മരിച്ച അതേ വർഷം തന്നെ കോൺറാഡ് മരിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ട് ഉണർത്തിവിട്ട മനുഷ്യാവകാശ എന്ന ഭ്രാന്തൻ ആവേശം ലോകം കൈവടിഞ്ഞില്ല. യുദ്ധങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും കൊളോണിയൽ ചൂഷണത്തിനുമിടയിലൂടെ അത് ലീഗ് ഓഫ് നേഷൻസിനും പിന്നെ യുണൈറ്റഡ് നേഷൻസിനും ജന്മം നൽകി. ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ തന്നെ ഉണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ വകയായി. അംനസ്റ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഗ്രീൻ പീസ്, ഇങ്ങനെ ധാരാളം സംഘടനകളിൽ പോലും ഈ രംഗത്തുണ്ട്. വാസ്തവത്തിൽ വിശാലമായി വളർന്നു പന്തലിച്ച ഒരാശയം ഇതാണ്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ധ്വംസനവും അത്രയും വിപുലമായി തന്നെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കും. മതങ്ങൾക്കിടയിലും മതവിഭാഗങ്ങൾക്കിടയിലും നടക്കുന്ന വഴക്കുകളിൽ വംശീയത, ജാതീയത, ഭാഷ, ലിംഗഭേദം എന്നിങ്ങനെ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നടക്കുന്ന ഹത്യകളുടെയും വേട്ടകളുടെയും പുറത്താക്കപ്പെടുന്നതിൻ്റെയും ഭയാനകമായ കഥകളും ദൃശ്യങ്ങളും നമുക്ക് നിത്യം വർത്തമാന പത്രങ്ങൾ കൊണ്ടുവന്നു. ഈ വിഷയം ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നില്ല, നിർത്തുക മാത്രം ചെയ്യുന്നു. അക്രമരഹിത പ്രസ്ഥാനങ്ങളും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും പൗരാവകാശ പ്രസ്ഥാനങ്ങളും സോഷ്യലിസ്റ്റ് ഇൻ്റർനാഷണലും കമ്മ്യൂണിസവും മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ നിരാസവും ഫാസിസ വിരുദ്ധ സമരവും ഫാസിസം തന്നെയും കഴിഞ്ഞുപോയ നൂറ്റാണ്ടിൽ മനുഷ്യ മസ്തിഷ്കത്തെ ഭ്രാന്തമാക്കിയ ആശയങ്ങളിൽ ചിലതായിരുന്നു. ഞാൻ അവസാനിപ്പിക്കാത്തത് ഇതുകൊണ്ട് ഞാൻ ചെറിയ ചില കാര്യങ്ങളെപ്പറ്റി മാത്രമേ സ്പർശിച്ചുള്ളൂ എന്നതുകൊണ്ടാണ്. അണുവായുധ വിരുദ്ധ സമരം, പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനം, ഇങ്ങനെ വേറെയും എത്രയോ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ട് നമുക്ക് സംഭാവന ചെയ്തു. ഈ നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ സഹസ്രാബ്ദങ്ങളായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും അയിത്താചരണത്തിനും എതിരെ സമരങ്ങൾ ശക്തിപ്പെട്ടതും അവയ്ക്കെതിരെ നിയമനിർമ്മാണം ഉണ്ടായത്. ഈ നൂറ്റാണ്ടിലാണ് അമേരിക്കയിൽ ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് പൗരസ്വാതന്ത്ര്യം ലഭിച്ചത്. ബ്രിട്ടനിലും അമേരിക്കയിലും സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചതും ഇതേ നൂറ്റാണ്ടിൽ തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിൽ അവർക്ക് സ്ത്രീകൾക്ക് വോട്ടവകാശം തന്നെയില്ലായിരുന്നു. പൊതു ആവേശങ്ങളിൽ നാം ഇനിയും കെട്ടിപ്പടുക്കാനിരിക്കുന്നതേയുള്ളൂ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സ് ക്ഷീണിതവും വിരസവും പരാന്മുഖവുമാണെന്ന് നാം അതൊക്കെ കുടഞ്ഞു കളയുമോ? വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായി സമൂഹ താല്പര്യങ്ങൾ, മാനുഷിക താല്പര്യങ്ങൾ, പ്രകൃതിയുടെ തന്നെ താല്പര്യങ്ങൾ നമ്മെ ആവേശിക്കുമോ? ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു സംഭവം ഒന്നുകൂടി പറയാം. 1895 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഡിക്ലെയർ ചെയ്തപ്പോൾ അന്ന് നോബൽ ചില കണ്ടീഷൻസ് വയ്ക്കുകയുണ്ടായി. ഈ സമ്മാനം
5 വർഷം കൂടുമ്പോഴൊരിക്കലേ കൊടുക്കുള്ളൂ. അങ്ങനെ 6 സമ്മാനങ്ങളെ കൊടുക്കുകയുള്ളൂ. അതായത് 30 കൊല്ലം. 30 കൊല്ലത്തിനകത്ത് മനുഷ്യരാശി സമാധാന ശാന്തിപൂർവമായി ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ അതിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതുണ്ടായില്ല. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തുടരുന്നു എന്ന് മാത്രമല്ല എല്ലാ കൊല്ലവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. സമാധാനത്തിനുള്ള പ്രയത്നം ചെറിയ ഇടവഴിയിൽ കൂടിയാണെങ്കിലും മനുഷ്യർ തുടർന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നിസ്സാരമായൊരു കാര്യമല്ല. 1,00,000 രൂപ മലയാളത്തിൽ ഒരു പുസ്തകത്തിന് ഇത്രയും വലിയൊരു തുക പുരസ്കാരം നൽകപ്പെടുന്നത് ഇത് ആദ്യമാണ്. അത് നവാഗതരായ എഴുത്തുകാർക്ക് 40 വയസ്സിൽ താഴെയുള്ള നവാഗത എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 10 രൂപയിൽ താഴെ പ്രതിഫലം പറ്റി എഴുതി തുടങ്ങിയ ഒരാൾ എന്ന നിലയ്ക്ക് ഇത്രയും ഭീമമായ ഒരു തുക പുരസ്കാരമായിട്ട് പുതിയ എഴുത്തുകാരൻ ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റമാണ്. ആ നിലയ്ക്ക് പുതിയ എഴുത്തുകാർ വളരെയേറെ ഭാഗ്യശാലികളാണ് എന്ന് പറയുന്നത്. 147 നോവലുകളാണ് ഈ മത്സരത്തിൽ ലഭിച്ചത്. അതിലൊരു പ്രാഥമിക തിരഞ്ഞെടുപ്പിന് ശേഷം ഈ നിർണയ സമിതിക്ക് മുമ്പാകെ 10 നോവലുകളാണ് വന്നത്. അത് ബെന്യാമിനും പനമ്പിലി അരിന്ദർഷനും പിന്നെ ഞാനും ചേർന്ന് ഞങ്ങളത് വളരെ സൂക്ഷ്മമായി വായിച്ച് അതിൻ്റെ പല ഘടകങ്ങൾ പരിശോധിച്ച് പല ആസ്പെക്ട്സ് പരിശോധിച്ച് അതിൻ്റെ മാർക്കുകൾ നൽകുകയും ഞങ്ങൾ പരസ്പരം കാണാതെ ഈ ഗ്രന്ഥകർത്താക്കൾ ആരാണെന്ന് അറിയാതെ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ മാനുസ്ക്രിപ്റ്റുകളുടെ ഗുണനിലവാരം മാത്രം മേന്മ മാത്രം പരിഗണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വിധി നിർണയമാണ്. അപ്പൊ ഇതില് മറ്റ് ജഡ്ജി കമ്മിറ്റി അംഗങ്ങൾ ഏത് കൃതിയാണ് സെലക്ട് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഏത് കൃതിക്ക് എത്ര മാർക്ക് വീതമാണ് നൽകിയതെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഈ ജഡ്ജി കമ്മിറ്റി അംഗങ്ങൾ നൽകിയിട്ടുള്ള മാർക്കുകൾ കൂട്ടി നോക്കിയിട്ട് 5 പുസ്തകങ്ങൾ അന്തിമ പരിഗണനയ്ക്ക് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനത് ഓരോന്നായിട്ട് പറയുന്നു. ഒന്നാമത്തേത് കരിക്കോട്ടക്കരി വിനോദ് തോമസ് ആണ് ഈ നോവൽ എഴുതിയത്. പുലയരുടെ കനാൽ ദേശം എന്ന് വിളിക്കപ്പെടുന്ന കരിക്കോട്ടക്കരി എന്ന വടക്കൻ കുടിയേറ്റ ഗ്രാമത്തിൻ്റെയും അവിടുത്തെ പുലയ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെയും കഥ പറയുന്ന ഈ നോവൽ നമുക്ക് പ്രത്യേകിച്ച് ഈ കണ്ണൂർ ഭാഗത്ത് ജീവിക്കുന്നവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു സ്ഥല രാശി ഉൾക്കൊള്ളുന്നതാണ് നോവൽ. അതിന് എനിക്ക് തന്നെ വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന എൻ്റെ ഈ ആയുസിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലമായിട്ടുള്ള ആ ഗ്രാമം, ആ നോവൽ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് കൗതുകം തോന്നിയത് ഈ മാലോത്ത് കസ്ബ എന്നൊക്കെ പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ നിന്നാണ് ആ നോവൽ തുടങ്ങുന്നത്. കരിക്കോട്ടക്കരി എന്ന ഗ്രാമവും
ഇവിടെയുള്ളവർക്ക് വളരെ പരിചിതമാണ്. ആ ഗ്രാമത്തിലെ ക്രിസ്തീയ ജീവിതമല്ല അതിൽ ആവിഷ്കരിക്കുന്നത്. ഈ പുലയ സമുദായത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്വത്ത് നഷ്ടവും അവരുടെ ഒരു വീണ്ടെടുപ്പും ആണ് ആ കൃതിയിൽ പറയുന്നത്. നമ്മുടെ സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചില ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ആ നിലയ്ക്ക് ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു നോവലാണ്. ഞാൻ ഈ നോവൽ എഴുതിയതിനാൽ തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത നോവൽ ഭൂപടത്തിൽ നിന്നും കുഴിച്ചെടുത്ത കുറിപ്പുകൾ എന്നാണ് അതിൻ്റെ ശീർഷകം. ചരിത്രത്തിലൂടെ ഉള്ള കേരളീയ ചരിത്രത്തിലൂടെ ലോക ചരിത്രത്തിലൂടെയാണ് സഞ്ചരിച്ചെങ്കിൽ കേരളീയ ചരിത്രത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ നോവൽ. 1920 നടന്ന മലബാർ കലാപാനന്തര കാലം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അടിയന്തരാവസ്ഥ എല്ലാം കഴിഞ്ഞ് ഈ PDP ചെയർമാനായ അബ്ദുൽ നാസർ മദനിയുടെ പ്രവർത്തനം വരെയുള്ള നിരവധി സങ്കീർണങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഓർത്ത് ഇണക്കിയിട്ട് ഒരു വളരെ ദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടത്തെ ആവിഷ്കരിക്കുന്ന കൃതിയാണ് ഭൂപടത്തിൽ നിന്നും കുറിച്ചെടുത്ത കുറിപ്പുകൾ. ഇത് എഴുതിയിട്ടുള്ളത് പി ജംഷാറാണ്. ജംഷാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന നോവലാണ്. ഇതില് ഇവിടെ പറയുന്ന ഈ 5 നോവലുകളും അതിൻ്റെ പ്രമേയത്തിൻ്റെ തലത്തിൽ വളരെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ആഖ്യാനത്തിൻ്റെ തലത്തിലും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന നോവല് തിരുമുകൾ ബീഗം സംഗീതത്തിൻ്റെ മേഖല ആവിഷ്കരിക്കുന്ന ഒരു കൃതിയാണ്. ആഗോള പ്രശസ്ത സിതാർ വാദകൻ പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി രചിച്ച നോവലാണ്. രവിശങ്കറല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരിലാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലുള്ള സംഘർഷങ്ങൾ ഒക്കെ സംഗീതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള നോവലാണ് തിരുമുകൾ ബീഗം. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ മകൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ, ആദ്യ ഭാര്യ. ആ ഭാര്യയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ആ നോവൽ അവതരിപ്പിക്കുന്നത്. ഒരു ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് വളരെയേറെ പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാനി രാഗങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്. ആൾക്കാർ വളരെ വ്യത്യസ്തമാണ്. എഴുതിയിട്ടുള്ള ലതാലക്ഷ്മിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊരു നേരത്തെ പരാമർശിച്ചതുപോലെ ഭൂപടത്തിൽ നിന്നും കുറിച്ചെടുത്ത കുറിപ്പുകൾ പോലെ ഈ ചരിത്രപരമായ പ്രണയമുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു നോവലാണ് 1920 മലബാർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടുമുമ്പുള്ള കാലം മുതൽ
അതിനെ ഇത്തരത്തിലുള്ള ഒരു കൃതിയിലൂടെ ആവിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ നോവലിലൂടെ വിശേഷിച്ചും വളരെയൊന്നും ഉണ്ടായിട്ടില്ല. സിനിമയിൽ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആ കലാപത്തെ സമഗ്രമായിട്ട് ഉൾക്കൊള്ളുന്നതോ അതിലേറെ ഏറനാടൻ ജീവിതത്തിന്റെ സൂക്ഷ്മ തലങ്ങൾ പകർത്തുന്നതോ ആയിട്ടുള്ള ഒരു നോവൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു കുറവാണ് 1920 മലബാർ എന്ന ഈ കൃതിയിലൂടെ ഹക്കീം ചൗധരിയിൽ നിർവഹിക്കുന്നത്. ആ നിലയ്ക്ക് വളരെ പ്രസക്തമായ ഒരു കൃതിയാണ് 1920 മലബാർ ഹക്കീമിനെ വേദിയിലേക്ക് ക്ഷണിക്കും. ഇതിൽ ഈ അവസരമായി പരാമർശിക്കാനുള്ളത് KV മണികണ്ഠൻ രചിച്ച 3-ാം ഇടങ്ങൾ എന്ന നോവലാണ്. സമയത്തിലും ആവിഷ്കാരത്തിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് 3-ാം ഇടങ്ങൾ. അത് എഴുതിയ മണികണ്ഠനെ വേദിയിലേക്ക് ക്ഷണിക്കും. ഈ 5 നോവലുകളിൽ നിന്ന് 1,00,000 രൂപ പുരസ്കാരം നൽകാനുള്ള ഒരു പ്രതി പ്രഖ്യാപിക്കുക എന്നുള്ളത് 4 പേരുടെ ശത്രുത നേടിയെടുക്കാൻ ഇടയാകുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. പക്ഷെ ഇതില് വളരെ സത്യസന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ വിധി നിർണയത്തില് ആരും ബാഹ്യ പ്രേരണകളൊന്നും ഒരു തരത്തിലും സ്വാധീനം ചെലുത്തിയിട്ടില്ല. ബുക്സ് എന്ന സ്ഥാപനമോ അവിടുത്തെ മാനേജറോ പബ്ലിക്കേഷൻ മാനേജറോ അതിന്റെ ഏതെങ്കിലും അംഗങ്ങളോ ആണ് ഇതിന്റെ കാര്യങ്ങൾ പുറത്തറിയിക്കാതെ, ആരാണിത് ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നൊന്നും പുറത്തറിയിക്കാതെ, അതേസമയത്ത് ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഈ ആരാണ് എഴുതിയത് എന്ന് യാതൊരു കാരണവശാലും അറിയിക്കാതെ, യാതൊരു സൂചന പോലും തരാതെയാണ് പുസ്തകങ്ങൾ തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ എത്തുകയും ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് വളരെ സത്യസന്ധവും ഹൃദയപൂർവവുമായിട്ടുള്ള ഒരു വിധി നിർണയമാണ് നടത്തിയിട്ടുള്ളത് എന്ന് പറയാം. ഈ 5 പുസ്തകങ്ങളും 5 രീതിയിൽ വ്യത്യസ്തമാണ്. ആ പുസ്തകങ്ങളെ അച്ഛൻ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് വായനക്കാർക്ക് അവരെ വിലയിരുത്താനുള്ള അവസരം എനിക്ക് ഈ 5 പുസ്തകങ്ങളും ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ വിധി നിർണയം വൈകിയതുകൊണ്ടും തുടർന്ന് ആ 5 പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കാനുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ടുമാണ് അവ ഇന്നിവിടെ പ്രദർശിപ്പിക്കാത്തത്, പ്രകാശനം ചെയ്യാത്തത്. പക്ഷെ അതാണ് ഉദ്ദേശിച്ചത്. ഈ 5 പുസ്തകങ്ങളും DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിലാദ്യം പുറത്തു വരിക തീർച്ചയായിട്ടും ഈ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹമായ ശ്രീ KV മണികണ്ഠൻ രചിച്ച ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ നേരത്തെ ഒന്നും പറയുകയുണ്ടായിട്ടില്ല. പക്ഷെ അത് വായിച്ച ഒരാൾ എന്ന നിലയ്ക്ക്, ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ച ഒരു പുസ്തകമാണത്. മനുഷ്യ മനസ്സുകളിലെ വൈചിത്ര്യങ്ങളുടെ, അനന്തമായ വൈചിത്ര്യങ്ങളുടെ ഒരു പ്രദർശന ശാലയാണ് ആ പുസ്തകം എന്ന് അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുകയുണ്ടായി. വളരെ തീക്ഷ്ണമായ വികാരങ്ങളുള്ളവരാണ് അതിലെ കഥാപാത്രങ്ങൾ. അതിൻ്റെ രചനാ രീതി വളരെ നൂതനവും വളരെ സവിശേഷതയാണെന്നതും ആണ്. അതിൻ്റെ
അന്ത്യം, അതിന്റെ പരിണാമം ആദ്യമേ രേഖപ്പെടുത്തുകയും ഒരു കഥയുടെ അവസാനം ഉണ്ടാകേണ്ട ഈ സസ്പെൻസ് ആദ്യമേ ഇല്ലാതാക്കുകയും അതിലേക്ക് പിന്നീട് അവിടെ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളൊരു ഉദ്വേഗം ജനിപ്പിച്ചു കൊണ്ടുവന്ന നോവല് മുന്നോട്ട് പോകുന്നു. അതിലെ ഈ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തേക്കുമായി നോവൽ സഞ്ചരിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലരാശികളെ ഉൾക്കൊള്ളുന്നുണ്ട്. പല വംശങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ, അറബ് വംശജർ, ബംഗാളികൾ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങി പല വംശങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ അതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഈ സ്ത്രീകളുടെ അത് ഒരു സ്ത്രീയാണോ എഴുതിയത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് സ്ത്രൈണ മനസ്സിനെ വളരെ ഭിന്ന കഥാപാത്രങ്ങളിലൂടെ വളരെ സൂക്ഷ്മമായിട്ട് അതിനകത്ത് അധ്യാനം ചെയ്തിരുന്നു. അത് വളരെ പ്രത്യേകമായ ശൈലിയിൽ, വളരെ സൗന്ദര്യമേറിയ ശൈലിയിലാണ് ആ നോവൽ രചിച്ചിട്ടുള്ളത്. അതിന്റെ ഓരോ അതൊരു ഹിഗാഷിനോ പോലെ ഒരു ത്രില്ലർ അല്ലെങ്കിലും വളരെ ഉദ്വേഗം പകരുന്ന രീതിയിൽ ആ നോവല് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നമായിട്ടുള്ള ഒരു വായനാനുഭവം അത് പ്രദാനം ചെയ്യും എന്നാണ് അത് വായിച്ച ഒരാൾ എന്ന നിലയിൽ എൻ്റെ വിശ്വാസം. ഒരു കവിക്ക് നോവൽ വിശേഷിച്ചും വേണ്ടുന്ന പാരായണക്ഷമത അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ ആ ഗ്രന്ഥം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ജീവിതത്തിൻ്റെ മനുഷ്യരെ കുറിച്ചിട്ടുള്ള അത്ഭുതം, മനുഷ്യ ജീവിതത്തെ കുറിച്ചിട്ടുള്ള അത്ഭുതം, മനുഷ്യരെ നേരിടുന്ന സംഘർഷങ്ങളെ കുറിച്ചിട്ടുള്ള അമ്പരപ്പ് ഒക്കെ ആ കൃതി നമുക്ക് തരുന്നുണ്ട്. ജീവിതത്തെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. വളരെ കൗതുകത്തോടുകൂടി ജീവിതത്തിലെ വളരെ ചെറിയ സന്ദർഭങ്ങളെ പോലും അതിനകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് മലയാളത്തിലെ ശ്രദ്ധേയനായി തീരാവുന്ന ഒരു നോവൽ എഴുത്തുകാരൻ്റെ വളരെ ദൃഢമായ ഒരു കാവ്യമായിട്ട് ഞാൻ ഈ കൃതിയെ കാണുന്നു. വ്യക്തിപരമായിട്ട് ഞാൻ മലയാളത്തിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ പുരസ്കാരം ലഭിക്കാതെ പോയവരെ അതിൽ നിരാശരാകരുത്, അതിൽ ഖേദിക്കരുത്. അവരുടെ സാഹിത്യ പരിശ്രമങ്ങൾ കൂടുതൽ തീവ്രമായിട്ട് കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകട്ടെ. അവർക്ക് കൂടുതൽ സൽഫലങ്ങൾ, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഓരോ വിജയം രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും 1 ലക്ഷം രൂപയുമാണ് അവാർഡ്. മലബാർ എന്ന കൃതിയുടെ മികച്ച നാലാമത്തെ നോവലായ ഒരു വേദിയിൽ പ്രസംഗിക്കണമെന്ന് പറയാം. അത് കാരണം കൂടുതൽ സംസാരിക്കാൻ എനിക്കറിയില്ല. ആകെ പറയാനുള്ളത്, ഇത് 1ാം സ്ഥാനം അടിക്കുമോ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു 5ൽ പെട്ടപ്പോൾ. അത് അങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. 5ലെത്തി തന്നെ വലിയ കാര്യമാണെന്ന് അറിയാം. എന്നാലും ആ ടെൻഷനിലാണ് ഇവിടെ വന്നത്. ഇത് ഈ നോവൽ ഞാൻ എഴുതിയ കാലം
എനിക്ക് പേഴ്സണലി ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഊഹിക്കാൻ പറ്റാത്ത അത്ര വലിയൊരു പ്രശ്നത്തിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ ഈ നോവൽ എഴുതിയത്. അതുകൊണ്ട് എനിക്കിത് 10,000 ഇരട്ടി മധുരമുള്ള ഒരിതാണ്. ആ കാലം എനിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ നോവൽ എഴുതില്ലായിരുന്നു. അത് കാരണം അത് ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും നന്ദി. പിന്നെ ഇവിടെ വന്ന എൻ്റെ കൂട്ടുകാർ, അവർക്കും പ്രത്യേകം നന്ദി. ഇത്രേ പറയാനുള്ളൂ. സന്തോഷം. ശ്രീ ടി.ജെ. ജെയിംസ് അദ്ദേഹം രചിച്ച ഏറ്റവും പുതിയ നോവലായ പി.കെ. രാജശേഖരനെയും സാദരം ക്ഷണിക്കുന്നു. പുതിയ വിദ്യാഭ്യാസങ്ങൾ സമ്മാനിച്ച പ്രിയപ്പെട്ട NS മാധവൻ, ശ്രീ ആനന്ദ്, അതുപോലെ മലയാളിയുടെ ഭാഷയെ അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തെ സൂക്ഷ്മമായി കണ്ടുകൊണ്ട് നോക്കി അതിന്റെ കൂട്ടുകൾ തുറക്കാൻ എന്നും സിദ്ധി കാണിച്ചിട്ടുള്ള ഡോക്ടർ പി.കെ. രാജശേഖരൻ, പിന്നെ ആകാരത്തിലും ഭാഷയിലും എന്നും നിത്യയൗവനം സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബാലകൃഷ്ണൻ, പ്രിയപ്പെട്ട DVDC, അപരിചിതമായ മണികളുടെ മറ്റ് 4 സുഹൃത്തുക്കളെയും ശ്രേഷ്ഠ വ്യക്തികളെയും സ്നേഹിതരെ, ആദ്യം തന്നെ PC ഹൂസിന്റെ 40ാം പിറന്നാൾ ആശംസകൾ ഞാൻ നേരത്തെ ഒരുപാട് വൈകിയ വേളയാണ്. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാരണം എല്ലാവരും പോകാനുള്ള തിരക്കത്തിലായിരിക്കും. DC-യുടെ പിറന്നാൾ എപ്പോൾ ആഘോഷിച്ചാലും അത് ഇപ്പോൾ എന്റെയും കൂടി പിറന്നാൾ ആയിത്തീരുമെന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം DC ഈ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് നിർത്തിവെച്ച ആ നോവൽ മത്സരം പുനരാരംഭിച്ചപ്പോൾ ആദ്യമായിട്ട് അത് ജേതാവാകാനുള്ള ഭാഗ്യം എനിക്കാണുണ്ടായത്. ഇതുപോലെ 15 വർഷം മുൻപ് കോട്ടയം മാമൻമാള്ള ഹാളിൽ വെച്ച് ഇതേ ആഗസ്റ്റ് 29-ാം തീയതി അന്നായിരുന്നു എൻ്റെ ആദ്യ പുസ്തകമായ പുറപ്പാടിന്റെ പുസ്തകം പ്രസിദ്ധീകൃതമായത്. എനിക്ക് മണികണ്ഠൻ പറഞ്ഞതുപോലെ വളരെ വികാരമുണർത്തുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം ഒരുപാട് എഴുത്തിന്റെ രംഗത്ത് നമ്മൾ സ്വയം അനുഭവിക്കുന്ന ഒരുപാട് തിരസ്കാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ഈ അവാർഡിൽ നിന്ന് ഒരു കാര്യമൊന്നുമില്ല, ഇതൊന്നും നാട്ടിൽ കിട്ടാൻ പോകുന്നില്ല, അതൊക്കെ വേറെ ആൾക്കാർക്കൊക്കെയോ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കരുതിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രമുഖ പ്രസാധന കേന്ദ്രത്തിൽ അത് സമർപ്പിച്ചിട്ട്